ഇന്ന് ഞാൻ ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നൊരു ടോപ്പിക് നമ്മൾ നേരത്തെയും ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക് തന്നെയാണ്. എന്നാൽ ഞാനത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്, കഴിഞ്ഞ ദിവസം എനിക്കൊരു ക്വയറി വന്നിരുന്നു. പുറത്തു നിന്നുള്ളൊരു പേരൻ്റ് കുറച്ച് 3 വയസ്സുള്ളൊരു കുട്ടിയുടെ റിപ്പോർട്ട്സ് നമുക്ക് അയച്ചു തരികയും കുട്ടിക്ക് കേൾവി കുറവാണെന്നുള്ളൊരു സംശയം, അത് എങ്ങനെ പ്രൊസീഡ് ചെയ്യണമെന്നുള്ളൊരു ഹെൽപ്പിന് വേണ്ടിയാണ് ഈ റിപ്പോർട്ട്സ് നമുക്ക് അയച്ചു തരുന്നത്. നമ്മളിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇന്ന് മെഡിക്കൽ ഫീൽഡ് ഒത്തിരി അധികം അഡ്വാൻസ് ചെയ്തിരിക്കുന്ന ഒരു നിലയിലാണ്. അപ്പം നമുക്ക് പീഡിയാട്രിക് അല്ലെങ്കിൽ നിയോനേറ്റൽ ഹിയറിംഗ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഹോസ്പിറ്റൽസിലും അവൈലബിൾ ആണ്. അതായത് ജനിച്ചതിന് ശേഷം ഒന്നുകിൽ കുട്ടി അമ്മയും ഹോസ്പിറ്റലിൽ വിടുന്നതിന് മുന്നോ, അല്ലെങ്കിൽ 1 മാസം ഒരു വാക്സിനേഷന് കുട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന ടൈമിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും ഒരു ഹിയറിംഗ് സ്ക്രീനിങ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഹിയറിംഗ് സ്ക്രീനിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും സംശയം, അതായത് ഹിയറിംഗ് ലോസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഈ കുട്ടിയെ പിന്നെ 3-ാം മാസത്തിലും 6-ാം മാസത്തിലും നമുക്ക് റീചെക്ക് ചെയ്യുകയും, ഈ സ്ക്രീനിങ് സംശയം തോന്നുന്ന കുട്ടികൾക്ക് നമുക്ക് ഫുൾ ഫ്ലെഡ്ജ്ഡ് പീഡിയാട്രിക് ഹിയറിംഗ് ഇവാലുവേഷൻ ചെയ്യേണ്ടതാണ്.